ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? അപ്പോൾ ഇതാ പതിവ് പോലെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തലേന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പാത്രം കഴുകലും പരിപാടികളൊന്നുമില്ല കേട്ടോ. നേരിട്ട് കുക്കിങ്ങിലേക്ക് കിടക്കണം. അപ്പോൾ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഓടുന്നത് നമ്മളെ ചായേൻ്റെ പാത്രം എടുക്കാനാണ്, ചായ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചായേൻ്റെ വെള്ളം എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് അടുപ്പത്തേക്ക് വെക്കണം കേട്ടോ. പിന്നെ നമ്മളെ ഫ്രിഡ്ജിൽ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് പച്ചക്കറികളുണ്ട് കേട്ടോ. പച്ചക്കറി ഉള്ളിയും തക്കാളിയേ ഉള്ളൂ കാര്യമായിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ ആക്കുന്നുണ്ട്. ചെറിയൊരു ചെമ്മീൻ ബിരിയാണി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ചെമ്മീനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആവോലി കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ബിരിയാണി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് അവിടെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആവോലിനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചായേൻ്റെ വെള്ളം ഇതാ തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായപ്പൊടി പഞ്ചസാരയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ കട്ടൻ ചായ എല്ലാം കൂടി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കട്ടൻ ചായ ഇല്ല ഇപ്പം. അതുകൊണ്ട് കട്ടൻ ചായ എടുത്ത് മാറ്റി വെക്കണ്ട. അപ്പം എല്ലാം കൂടി പാലൊഴിക്കുന്നുണ്ട്. അമ്മക്കും പിള്ളേർക്കേ വേണ്ടും കേട്ടോ ചായ. അപ്പോൾ ഇതാ നമ്മളെ ചായേൻ്റെ വെള്ളം അത്ര സമയം ഞാൻ നോക്കി നിന്നിനി തിളക്കുമോ എന്ന്. അപ്പോൾ ഞാൻ മാറിയ സമയം നോക്കിയിട്ട് ഇതാ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെരക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് ബിരിയാണീനോടാണ് കേട്ടോ താല്പര്യം. ഫ്രൈ ചെയ്യാണ്ടാക്കിയാൽ അവർക്ക് വലിയ ഇഷ്ടം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവരെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അതുവഴി അങ്ങ് പോന്നു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം സെറ്റായിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നീന്താൻ പോകുന്നില്ല? എണീക്ക് തേജോ, നീന്താൻ പോകുന്നില്ല? എണീക്ക്, ബാ എണീക്ക്. ഒക്കെ അമ്മ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് വ്ളോഗാണ് അമ്മേൻ്റെ. ദേവിട്ടാ ഒക്കെ ഗുഡ് മോർണിംഗ് പറയും. ദേവിട്ടാ എണീക്കടാ. ദേവിട്ടാ ഒക്കെ പറയും. ഹായ് പറഞ്ഞട്ടെ. എണീക്കുന്നില്ല? ബാ. അച്ഛനും മക്കളും നീന്താൻ വേണ്ടിയിട്ട് കുളത്ത് പോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് ഞാൻ. പിന്നെ നമ്മളെ പിള്ളേർക്ക് പേസ്റ്റെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. രണ്ടാക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ട്. അമ്മ വിളക്കെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. ദേവുട്ടനും തേജും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നീന്തൽ. അപ്പോൾ ഈ സൺഡേ അവർക്ക് നീന്തലിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞിന്. അപ്പോൾ അച്ഛനും മക്കളും പോകുന്നുണ്ട്. ഇനിയിപ്പം സ്കൂളിൽ പോകേണ്ട ടൈം ആവാനാകുമ്പോഴത്തേക്ക് അവർ വരും. ഇനിയിപ്പോൾ നമ്മളെ ചോറ് വെക്കണം. കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അരി എടുക്കുന്നുണ്ട്. ഈ ഒരു പാട്ടയിൽ ആണ് അരി എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ 1.5 പിന്നെ കപ്പ് വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. അതാണ് ഇതിൻ്റെ കുക്കറിലെ കണക്ക് കേട്ടോ. അപ്പം നമ്മളെ ഉള്ളി ലേശം വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വഴറ്റൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മേലെ ഇട്ട് കൊടുക്കാം. പിള്ളേർക്കൊന്നും അങ്ങനെ ഉള്ളിയൊന്നും വഴറ്റുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായിട്ടാകുമ്പം അതിൽ തന്നെ നമ്മളെ മുന്തിരിയും അണ്ടിപ്പരിപ്പും അത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അടുത്തത് അതിനാവശ്യമായ വെള്ളം എടുക്കുന്നുണ്ട്. 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം. അതേപോലെ തന്നെ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. അതാണ് നമ്മൾ കുക്കറിലെ അളവ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായി, കുറച്ച് കറിവേപ്പില അതെല്ലാം ഇട്ടിട്ട് നമ്മളെ കഴുകി വെച്ച അരി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടാകുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് നല്ലോണം അടച്ചു കൊടുത്താൽ മതി കേട്ടോ. വിസിലിടാണ്ട് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ അടച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മളെ പുക പോകുമല്ലോ. അപ്പം അത് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് വെക്കണം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്കർ ഇറക്കി വെക്കുക കേട്ടോ. അപ്പം നമ്മളെ ചെമ്മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം അരി അവിടെ നിന്ന് വേവുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ മസാല റെഡിയാക്കണം കേട്ടോ. അപ്പം നമ്മൾ ചെമ്മീൻ ഫ്രൈ ആയ ആ എണ്ണയിൽ തന്നെയാണ് മസാല റെഡിയാക്കുന്നത്. അപ്പം ഉള്ളി ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് നമ്മളെ ഗരം മസാല പൗഡർ അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ തക്കാളി. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ
പിന്നെ ഉപ്പും എരിവെല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് നല്ലോണം സിമ്മിലിട്ടിട്ട് അവിടെ വെക്കണം കേട്ടോ. അപ്പോൾ ഈ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിക്കായാലും ദോശക്കായാലും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ബിരിയാണി കഴിക്കാനും സൂപ്പറാണ്, അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ ബിരിയാണി. അപ്പം കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്, കാരണം തക്കാളിക്ക് അധികം പഴുപ്പില്ലാത്തൊരു തക്കാളിയാണ്. അപ്പോൾ അതുകൊണ്ട് വേവ് ഒരു കുറവ് പോലെയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മസാലയിൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച് ചെമ്മീനിലേക്കെല്ലാം നല്ലോണം പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയ തീയിൽ വേവിക്കുന്നുണ്ട്. അപ്പോൾ ദോശക്കുള്ള കറിയാണ് കേട്ടോ ഇത്. ഇന്ന് ദോശയാണ്. അപ്പം തലേന്ന് വെച്ച സാമ്പാറാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ മസാലയുണ്ട് കൂടെ. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ സ്പെഷ്യലായിട്ട് കറിയൊന്നും വെച്ചിട്ടില്ലേ. അത് രണ്ടും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അതെല്ലാം നല്ല വൃത്തിക്ക് ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാ നമ്മളെ ചോറെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊരി പൊരി പോലെ, തമ്മിലൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഈ ഒരു കറക്റ്റ് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അടിയിലൊന്നും പിടിക്കുമോ ഒന്നുമില്ല, ആ ഒരു ടെൻഷനൊന്നും വേണ്ട. കറക്റ്റ് വെള്ളത്തിൽ വെച്ചാൽ മതി. ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളെ മസാല ചെമ്മീൻ ബിരിയാണിക്ക് ഞാനെപ്പോഴും മസാല എല്ലാം കൂടി മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യുക. ചെമ്മീനും ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ്. മറ്റ് നമ്മൾ ചിക്കൻ ബിരിയാണിയെല്ലാം വെക്കുമ്പം സെപ്പറേറ്റ് ആണ് വെക്കുക, ഒരുമിച്ചിടൂല. ഇതിപ്പം ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് ഒപ്പരം തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുക. അപ്പം മിക്സിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പം ചോറെല്ലാം സെറ്റായിട്ടുണ്ട്. അത് അടിയിൽ പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര സമയം നമ്മളെ ചെമ്മീൻ അടുപ്പത്ത് ഇങ്ങനെ വേവുന്നുണ്ട് കേട്ടോ. മസാലയെല്ലാം പെരങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ദോശ ഇടണം കേട്ടോ. ഏകദേശം പണികളെല്ലാം കഴിയാറായി. നമ്മൾ തലേന്ന് അരച്ച് വെച്ച ഇഡ്ഡലീൻ്റെ മാവ് ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദോശ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മളെ ദോശയെല്ലാം അടുപ്പത്തായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേഗം തേജുവിന് ചോറ് വേണമെന്ന് പറഞ്ഞു. ഓന് സ്കൂളിൽ ചോറുണ്ട്, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലാക്കിയ ദിവസം ഓനൊരാഗ്രഹമായിരിക്കും അമ്മയെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ വേഗം ഒന്നൊന്ന് ദമ്മിടുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളെ ടേസ്റ്റ് ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മല്ലിച്ചപ്പിൻ്റെ ഒരു കുറവുണ്ട്, അതില്ലേനും തീർന്നു പോയിട്ടുണ്ട്. അതിന് ചെറിയൊരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേജുവിന് ചോറ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും സ്കൂളിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്. ഉച്ചക്കത്തത് സ്കൂളിൽ നിന്നല്ലേ കഴിക്കുന്നത്. അപ്പോൾ എപ്പോഴും ടെൻഷനാണ്, ഇത് മതിയാവൂലേ എന്നുള്ള. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നത്. അഥവാ വേണ്ടെങ്കിൽ കുട്ടിയെക്കാറ്റും ഷെയർ ചെയ്തോട്ടെന്ന് വെച്ചിട്ട് കുറച്ചധികം തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിയും വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ചെറിയൊരു തൈര് ചെമ്മീൻ്റെ കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ കക്കിരിയില്ല, ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് പച്ചമുളകെല്ലാം ഇട്ടിട്ട് ഉപ്പും ഇത്ര പൊടി നമ്മളെ വിനാഗിരി അതും ഇട്ടിട്ട് ഒരു ചെറിയൊരു സാലഡ് പോലെ ആക്കിയിട്ട് അതും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓന് സ്നാക്സ് വേണേ. അപ്പോൾ 2 കപ്പ് കേക്കും പിന്നെ ഒരു ചെറിയ മുറുക്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം അതാണ് തേജുവിൻ്റെത്. ദേവൂട്ടന് വേറെ സ്പെഷ്യൽ ആക്കണത്രേ, പാത്രത്തിലാക്കണത്രേ. ഇതിപ്പം തേജുവിൻ്റെതാണ് കേട്ടോ. അപ്പോൾ വെള്ളവും വാട്ടർ ബോട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ അവർ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ. പിന്നെ നീന്താനെല്ലാം പോയി വന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് രണ്ടാൾക്കുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളിതാ ദേവൂട്ടൻ TV കണ്ടുകൊണ്ട് കാണുന്നുണ്ട്. പിന്നെ ഏട്ടന് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏട്ടൻ്റെ പിന്നെ ഷർട്ടെല്ലാം ഒന്ന് ഞാൻ അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഇത് അമ്മ കുറച്ച് അലക്കിയിട്ട്, പിന്നെ അമ്മക്ക് പണിയുണ്ട്. അപ്പോൾ അമ്മ അലക്കിയിട്ട് പണിക്ക് പോയി കേട്ടോ. പിന്നെ പിള്ളേരെല്ലാം സ്കൂളിലേക്ക് പോയി, അതിൻ്റെ വീഡിയോസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇതാ വന്നിട്ട് വേഗം പാത്രമെല്ലാം കഴുകി വെക്കുന്നുണ്ട്. അപ്പം രാവിലത്തേതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തിരക്ക് പിടിച്ച സമയമാണ്. ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് എത്ര എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ. പക്ഷെ എല്ലാവർക്കും അറിയാം, അപ്പം നമ്മളെ വീട്ടമ്മമാർക്കും എല്ലാം അറിയാം രാവിലത്തെ തിരക്കും കാര്യങ്ങളെല്ലാം. അപ്പം ഇനിയിപ്പോൾ പാത്രം കഴുകലാന്ന്. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക്. ഇനിയിപ്പോൾ കുറച്ചുണ്ടാവും മുറ്റത്തലക്കാൻ. അമ്മ കുറച്ചലക്കിയിട്ട് പോയി. ഇനിയിപ്പം ബാക്കി അതും കൂടി ഒന്നാക്കണം. പാത്രങ്ങളെല്ലാം കഴുകി സ്ലാബെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് വർക്കൗട്ടിന് പോകാൻ വേണ്ടിയിട്ട്. സൂംബ പ്രാക്ടീസ് ഉണ്ട്, അതിന് പോകണം. അപ്പം പെട്ടെന്ന് തന്നെ രാവിലെ പണികളെല്ലാം ഒന്ന് തീർത്ത് വെക്കണം. അപ്പോൾ എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വർക്ക് ഏരിയയിലും, ഇതിപ്പം ഇപ്പുറത്തെ അടുക്കളയാണ്, വർക്ക് ഏരിയയിലും ഇതേപോലെ നിരന്നിട്ടുണ്ടാവും. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഏകദേശം ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കയ്യിലെല്ലാം സ്പൂണും എല്ലാം തട്ടി വെക്കുന്നുണ്ട്. എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം മുറ്റത്ത് വന്നിട്ടുണ്ട്. അമ്മ കുറച്ച് അലക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം തിരുമ്പിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ പിള്ളേർ പോകുമ്പം മാറ്റിയ ഡ്രസ്സും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ക്ലീൻ ചെയ്യലല്ല അലക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വർക്കൗട്ടിന് പോകാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം എടുക്കുന്നുണ്ട്. ബാഗെല്ലാം എടുത്തിട്ട് സ്റ്റഡി ബഡിയായിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വർക്കൗട്ട് ചെയ്യലെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്കൗട്ട് ചെയ്യാൻ. കാരണം നമുക്ക് റിസൾട്ട് ഉണ്ടല്ലോ, ഡയറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ റിസൾട്ട് ഉണ്ട്. ഞാൻ മുന്നേ എല്ലാം ജിമ്മിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു, അന്നേരമെല്ലാം എനിക്ക് ഭയങ്കര മടിയെല്ലാം കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഇതാണ് കേട്ടോ എൻ്റെ സെൻറ്റർ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഇതൊന്നല്ല ഒരുപാട് ആളുണ്ട്. അപ്പോൾ നമ്മൾ മേലെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ ജസ്റ്റ് എൻ്റെ വർക്കൗട്ടിൻ്റെ ചില ഭാഗങ്ങളെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കുറച്ച് സമയം സൂംബ പ്രാക്ടീസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നടന്നിട്ടാണ് ഇന്നിപ്പം വീട്ടിലെത്തിയത്. കാരണം എനിക്ക് വൈകുന്നേരം ഒരു കേക്കിൻ്റെ പണിയുണ്ട്. അപ്പോൾ ഇതാ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ പണിയുള്ളതുകൊണ്ട് കേക്കിൻ്റെ ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി. അങ്ങനെയാണ് ഞാൻ ലേറ്റായിന് വീട്ടിലെത്തുമ്പോഴത്തേക്ക് വിശന്ന് ഒരു വിധമായിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഡയറ്റൊന്നും നോക്കിയിട്ടില്ല, കുറച്ച് ഫുഡ് എടുത്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിക്കലുണ്ട്, എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറക്കുന്നത്. അത്യാവശ്യം എല്ലാം കഴിക്കലുണ്ട്. ചോറ് കുറവാണ്, എന്നാലും അത്യാവശ്യം ചോറെല്ലാം കഴിക്കലുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയും ഇപ്പം തന്നെ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് കപ്പലോടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ബിരിയാണിയും ഞാൻ ചെയ്ത റെസിപ്പി എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഷോപ്പിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. ആദ്യമെല്ലാം ബോർഡും കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ കുറേ വാങ്ങി വെക്കാറുണ്ട്. അതിന് പിന്നെ ഇങ്ങനെ പൊടി പിടിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കും ആവശ്യം വാങ്ങാമെന്ന്. അങ്ങനെ അത്യാവശ്യമുള്ളത് മാത്രമേ ഇപ്പം വാങ്ങലുള്ളൂ, ഒരുമിച്ച് അങ്ങനെ വാങ്ങി വെക്കില്ല കേട്ടോ. പിന്നെ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ഓർഡർ വരുമ്പോൾ മാത്രമേ ഇപ്പം പോയി വാങ്ങലുള്ളൂ. ക്രീമെല്ലാം ഇപ്പം ഒരുപാട് വാങ്ങി വെക്കുമ്പോൾ ചിലപ്പം കറണ്ടെല്ലാം പോയി കഴിഞ്ഞാൽ ക്രീം മോശമാവുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അങ്ങനെ വാങ്ങി വെക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങും. പിന്നെ ഒന്നുകിൽ ഞാൻ പോവും, അല്ലെങ്കിൽ ഏട്ടൻ കണ്ണൂരിൽ നിന്ന് വരുമ്പം അങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അതിനുള്ള നട്ട്സും കത്തിയും റെയിൻബോ എല്ലാം ആയിട്ടുള്ള അതാണ് എല്ലാ സംഭവങ്ങളും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം തുടങ്ങണം പണി. ഇനിയാണ് എൻ്റെ പണിയുള്ളത്, മെയിൻ പണികളെല്ലാം ഉള്ളത്. അപ്പോൾ 1.5 കിലോൻ്റെ നട്ടി ബബിൾ കേക്കും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അത് വീട്ടിലേക്കാണ്, പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. കുറേ ആയി അവർ കേക്കിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്ന് വീട്ടിലേക്കുള്ളതാണ്. ബാക്കിയുള്ളത് 1.5 കിലോൻ്റെത് കൊടുക്കേണ്ടതാണ് കേട്ടോ. നട്ടി ബബിൾ പിറന്നാൾ കേക്കാണ്. അപ്പോൾ അത് ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. മുട്ടയും മൈദയും അതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം നല്ലൊരു വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എല്ലാവരും പോയി നോക്കണേ. പിന്നെ ദേവിട്ട വന്നേ എന്നാപ്പാ ഒരു സങ്കടം പോലെ. എന്നാ കുട്ടിക്ക് എന്തൊരു സങ്കടം? നല്ല മോനാ, അമ്മേൻ്റെ ബെൽറ്റെല്ലാം വെട്ടിയിൽ കൊണ്ടേക്കുന്ന മോനാ സൂര്യദേവ്. ദേവട്ടാ നമുക്ക് ലൈറ്റ് ഇട്ടാട്ടെ, നിങ്ങളെ കാണുന്നില്ലല്ലോ. ഗുഡ് ബോയ്യാ, എല്ലാവരും കണ്ടേ. എൻ്റെ ദേവുട്ടെ ബെൽറ്റെല്ലാം കഴിക്കുന്നുണ്ട്. എന്നാ മോനെ ചെവിവേദന ഉണ്ടായിനാ? ബിരിയാണി കഴിച്ചിനാ? സ്നാക്സ് ടീച്ചറെ കളമീനാ? സ്നാക്സ് കൊണ്ടുപോയിട്ട് പറഞ്ഞിനാ ബിരിയാണി? ഇന്നെന്ന് ഉച്ചക്കുണ്ടായേ ചോറ് തിന്നാൻ കഴിഞ്ഞേനുവാ? അന്നത്തെ പരാതിയും പരിഭവങ്ങളെല്ലാം പറയുന്നതാണ് കേട്ടോ എന്നോട്. ഇരുന്നിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇരുത്തം പതിവുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒന്നിങ്ങനെ പറഞ്ഞു തരും എനിക്ക്. അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് സമയം കൊണ്ട് ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേന്നാണ് മേശപ്പുറത്തേക്ക് നോക്കുന്നത്. പിന്നെ ഞാൻ വരുമ്പോൾ പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. അതാ ഞാൻ സ്പഞ്ചിൻ്റെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് അവൻ വന്നത്. അപ്പോൾ ഞാൻ വേഗം ഫോണും എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ. ഇനിയിപ്പം ബാറ്ററി ഒന്ന് അടുപ്പത്താക്കണേ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബാറ്ററി പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഓവനിലേക്ക് കയറ്റണം. രണ്ടും ഓരോരോ കിലോ ആകുമ്പം ഒപ്പരം തന്നെ വെക്കാം കേട്ടോ, 2 എണ്ണം ഒരുമിച്ച്. ഇതിപ്പോൾ 1.5 ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വേഗം ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ചായ വേണ്ടമ്മയെന്ന് പറഞ്ഞിട്ട് രണ്ടാളും രാവിലത്തെ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അപ്പം അത് കഴിച്ചിട്ട് തേജു വേഗം ട്യൂഷന് പോയി. ദേവൂട്ടൻ കുളിച്ചിനൊന്നുമില്ല, കുളിയെല്ലാം കഴിയുന്നതിൽ ഇടയ്ക്ക് തന്നെ വേഗം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം കാർട്ടൂൺ കണ്ട് കേട്ടോ. ലംബോദര വിശാലാക്ഷം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം രാമ 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 പാഹിമ. വിളപ്പളുങ്കുന്ന ഭക്ത വിദഗ്ധ രൂപീകളം കളഞ്ഞു കമലത്തിലിടുന്ന ശക്തി
വെള്ളത്തിലെ ദ്രക തള്ളി വരും കണക്കെ എന്നുള്ളത്തിൽ വന്ന് വിളയാട് സരസ്വതി നീ. അപ്പം നമ്മളെ വിളക്ക് വെക്കലും നാമജപലം കഴിഞ്ഞിട്ട് കേക്കിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ, അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ സോസും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ നട്ടി ബബിൾ വേഗം സെറ്റാക്കിയിട്ടുണ്ട്. നട്ട്സെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം മേലെ ബബിളാണ്, അപ്പോൾ അതുകൊണ്ട് ബബിൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മേലെ കുറച്ച് ബൂസ്റ്റ് ഒന്ന് വെതറി കൊടുക്കണേ. അത് പിറ്റേന്ന് ഡെലിവറി ടൈമിൽ അങ്ങനെ ചെയ്യുള്ളൂ. എന്നിട്ട് ജസ്റ്റ് പേര് എഴുതും. എന്തെങ്കിലും ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യും കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ച് എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇത് നോർമൽ ചോക്ലേറ്റ് ആണ്, അതുകൊണ്ട് ഗനാശയും ചോക്കോ ചിപ്സും മാത്രമേ ഉള്ളൂ. റിച്ച് ആയിട്ടാകുമ്പം അതിൽ കുറച്ച് ചോക്ലേറ്റ് പിന്നെ വരും, നമ്മൾ നട്ട്സ് വരും, അങ്ങനെയെല്ലാം വരും കേട്ടോ. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് കേക്ക് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് വീഡിയോ എടുത്തത്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പം മക്കൾ സ്കൂളിൽ നിന്ന് വന്നപാടും കട്ട് ചെയ്തതാണ് കേട്ടോ. കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേ. പിന്നെ ദേവൂട്ടൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി കേക്കേന്, പ്ലെയിൻ ആണെങ്കിൽ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ദേവൂട്ടൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടം നമ്മളെ എന്താ പറയുക ബ്ലാക്ക് ഫോറസ്റ്റാണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റാണ് ഇവർക്ക് ഇഷ്ടം. എത്ര നട്ട്സുള്ള കേക്ക് ആക്കി കൊടുത്താലും നല്ല റിച്ച് ടൈപ്പ് ആക്കി കൊടുത്താലും എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും പെങ്ങളെ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് ആക്കൽ. ഇന്നിപ്പം ജസ്റ്റ് വെറുതെ ഒന്ന് ചോക്ലേറ്റ് ആക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിനെ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അപ്പോൾ ഇതാ നമ്മളെ നട്ടി ബബിളിൻ്റെ ഫോട്ടോയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബായ്.